ലോക ചരിത്രം പരിശോധിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും മനോഹരമായ ആവരണം ചെയ്തിട്ടുള്ളത്. കാരണം ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മലക്കുകളാൽ ഉണ്ടാക്കപ്പെട്ട കഅബ, വേറെ അഭിപ്രായത്തിൽ അതിന്റെ മുന്നേ തന്നെയുള്ള കഅബ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പൊളിച്ചിട്ടുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവും കൂട്ടരും വന്നപ്പോ ഓല പൊളിച്ചുങ്ങാണ്ടാണ് വിട്ടിട്ടുണ്ട്. അതാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി വലിയ പ്രത്യേകതയുള്ള മനുഷ്യനാണ്. നമ്മുടെ എല്ലാ ഇബാദത്തുകൾക്കും ഇബ്രാഹിം നബിനായിട്ട് ബന്ധമുണ്ടാവും അലൈഹിസ്സലാം. എല്ലാ അമലുകൾക്കും ഉണ്ടാവും. ഇപ്പൊ നമ്മള് നിസ്കരിക്കാണെന്ന് വിചാരിക്കുക, അഫ്ദലു ഇബാദാത്തിൽ ബദനി അസ്സലാത്തു ആണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ദലായത് നിസ്കാരമാണ്. ഹദീസാണ്, അഫ്ദലു ഇബാദാത്തിൽ ബദനി അസ്സലാം. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ദലായത് നിസ്കാരമാണ്. അങ്ങനെയാണെങ്കിൽ അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഇമാമ് പറയില്ലേ അഫ്ദലു ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ ചൊല്ലുക. അപ്പൊ ശരിക്കും എങ്ങനെ വേണ്ടത്? നിസ്കരിക്കുമ്പോ അഫ്ദലു ഇബാദാത്തിൽ ബദനി അസ്സലാത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണല്ലോ. അപ്പൊ ശരിക്കും വേണ്ടത് എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ വേണ്ടത്? അങ്ങനെയുള്ള ശരിക്കും വേണ്ടേ. പിന്നെ എന്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്നായി? അവ്വലു മൻ ഖാലഹാ സയ്യിദുനാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയായിട്ടുള്ള ബന്ധാണത്. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആള് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അതന്നെ എല്ലാ ഇബാദത്തുകൾക്കും ഇബ്രാഹിം നബിയായിട്ട് ബന്ധമുണ്ടാവും. എല്ലാ ഇബാദത്തും ഹജ്ജ് മുഴുവനായും അതന്നെ. ഹജ്ജ് മൊത്തത്തിൽ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായിട്ടുള്ള ബന്ധമാകുന്നു എന്ന് കാണാം. അപ്പോ പറഞ്ഞു തുടങ്ങിയത് ഏത് വിഷയങ്ങളുടെയും പിന്നിൽ ചില ചരിത്രങ്ങൾ ഉണ്ടാവും. ആ ചരിത്രങ്ങൾ മനസ്സിലാകുമ്പോഴാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കഴിയുന്നത്. 5 കാര്യങ്ങളാണ് ഇബ്രാഹിം ഇസ്മായിലിയത്തിന്റെ ഭാഗമായി വരുന്നത് എന്നാണ്. 5 കാര്യങ്ങളാണ്. അതായത് വാപ്പാക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണത്തെയാണ് ഇബ്രാഹിമിയത്ത് എന്ന് പറയുന്നത്. ഇബ്രാഹിം നബിന്റെ മാതിരിയാണ് അലൈഹി സ്വലാം ഒരു വാപ്പ ആകേണ്ടത്. ഇസ്മായിൽ നബിന്റെ മാതിരിയാണ് ഒരു മോനെ അല്ലെങ്കിൽ മോളാകേണ്ടത്. ഇബ്രാഹിമിയത്ത് ഇസ്മായിലിയത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനമായും 5 കാര്യങ്ങളാണ്. ഒന്നാമത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ പിന്നിലെ രഹസ്യം തന്റെ വാപ്പാക്കും ഉമ്മാക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നതാണ്. മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് മക്കൾ വളരുക. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളിൽ ഉണ്ടാവുമെന്നാണ്. മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണോ അതിലാണ് ശരിക്കും മക്കൾ ഉണ്ടാകുക. അപ്പൊ നമ്മളുടെ ആഗ്രഹം വേറൊന്നും പറയൽ വേറൊന്നുമാണ് പലപ്പോഴും ഉണ്ടാകല്. നമുക്ക് ആഗ്രഹം നമ്മൾ വയസ്സൊക്കെ ആയിട്ട് തണ്ണത്ത് കിടക്കുമ്പോൾ നമ്മളെ നോക്കണം എന്നാണ് ആഗ്രഹത്തിലുണ്ടാകുക. പക്ഷെ നമ്മൾ പറയുമ്പോൾ വേറെ സ്വലാത്ത് പാലത്തുമ്മ കിടക്കുമ്പോൾ കൈ പിടിക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നേ ഉള്ളൂ. എന്താണോ ആഗ്രഹം അതന്നെ പറയാ, എന്താണോ പറയണത് അതന്നെ ആഗ്രഹിക്കുക. മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണോ അത് മക്കളിൽ വളരെ പ്രധാനമാണ്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഹാജറ ബീവിയും തന്റെ കുട്ടിയിൽ എന്താണ് ആഗ്രഹിച്ചത് അതാണ് സയ്യിദുനാ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൽ നടന്നിട്ടുള്ളത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമേ വന്നിട്ടുള്ളൂ. ലോകത്ത് 1,24,000 അമ്പിയാക്കൾ വന്നു. വേറെ അഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അതിൽ 6 നബിമാരൊഴിച്ച് ബാക്കി എല്ലാവരും ബനു ഇസ്രായേലാണ്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയാണ്. അതേ സമയത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണുള്ളത്. അതാണ് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ അംബിയ ആണ്, അഷ്റഫുൽ ഖൽഖ് അഷ്റഫുൽ ബശർ ആണ്, അഷ്റഫുൽ ഖൽഖു ആണ്. ഇത് മൂന്നാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ അംബിയ ആണ്, അംബിയാക്കളിൽ ഏറ്റവും അഷ്റഫായ ആളാണ്. മിറാജിന്റെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന് മുൻകാല അംബിയാക്കൾക്ക് ഇമാമത്തായി നിസ്കരിച്ച അഷ്റഫുൽ അംബിയ ആണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മറ്റുള്ള അംബിയാക്കൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത പലതും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മിറാജിൽ അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാം എനിക്ക് അള്ളാഹ് എന്നെ ഒന്ന് കാണേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആ മലയിലേക്ക് നോക്കൂ, അവിടെ ഒരു പ്രകാശം കാണാം, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമെന്നാണ്. പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. അതേ സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിറാജിന്റെ രാത്രി അള്ളാഹുവെ നേരിൽ കാണുകയും അഭിമുഖ സംഭാഷണം നടത്തുകയും ചെയ്തു. മഹാനായ ശംസുൽ ഉലമയോട് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ.
ക്രിസ്ത്യാനികൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഈ മിഅ്റാജ് ശരീരം കൊണ്ടാണ് എന്നതിന്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനവർകൾ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ടത്രേ. ഒന്നാം ആകാശത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മലക്കുകൾ ചോദിച്ചു, ആരാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ജിബ്രീലാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ ആരാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോൾ അബുഇസ മുഹമ്മദ് നബിയെ നബിയായി നിയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അതിനുശേഷം തുറന്നു കൊടുത്തു എന്നുമാണ് ചരിത്രത്തിലുള്ളത്. കൂടെ ആരാണുള്ളത് എന്ന് ചോദിക്കണമെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാമിന് മാത്രം കയറി പോകാൻ ആകാശത്തിന്റെ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ കൂടെ ആരാന്ന് ചോദിക്കൂല. തുറക്കാൻ പറഞ്ഞപ്പോൾ കൂടെ ആരോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് മുഹമ്മദാണെന്ന് പറഞ്ഞു. ശരീരം കൊണ്ട് തന്നെയായിരുന്നു കയറിയത് എന്നതിന് തെളിവായി അത് പറയണ്ടായി എന്നാണ്. അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് അഷ്റഫുൽ അംബിയ ആണ് എന്നതിന്റെ തെളിവാണ്. വേറെയും ധാരാളം തെളിവുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ബശറാണ്. ഒന്ന് അഷ്റഫുൽ അംബിയ ആണ്, രണ്ട് അഷ്റഫുൽ ബശറാണ്. ഇപ്പോ പുരുഷന്മാർക്ക് ഇങ്ങനെ മുന്നിക്ക് നോക്കിയാലേ ഒരു 90 ഡിഗ്രിയിലാണ് കാണാൻ കഴിയാന്നാണ്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിന്റെ 4 ഭാഗമാണ് ഉണ്ടാവുക. 90 ഡിഗ്രിയാണ് പുരുഷന്മാർക്ക് കാണാൻ പറ്റുക. അതേസമയത്ത് സ്ത്രീകൾക്ക് 180 ഡിഗ്രി കാണാൻ പറ്റുമെന്നാണ്. നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് കാണാമെങ്കിൽ പെണ്ണുങ്ങോട് പറഞ്ഞാൽ എടുത്തു തരും. അതിൻ്റെ സ്ത്രീകൾ ഡ്രൈവ് ചെയ്താൽ അപകടം കുറവായിരിക്കും. അതിൻ്റെ കാരണം അവർക്ക് കൂടുതൽ കാണാൻ കഴിയും, പുരുഷന്മാർക്ക് കുറച്ചേ കാണാൻ കഴിയുള്ളൂ എന്നതാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ച അതിൻ്റെ നേരെ ഇരട്ടിയായിരുന്നു. 360 ഡിഗ്രി ആയിരുന്നു കാഴ്ച. ബാക്കിൽ ഒരാൾ വന്നാൽ കാണുമായിരുന്നു. നമ്മൾ പുരുഷന്മാർക്ക് 90 സ്ത്രീകൾക്ക് അതിൻ്റെ ഇരട്ടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ ഒരു മനുഷ്യന്റെ ഇരട്ടി കണ്ടിരുന്നു. ഇതൊന്നും വെറുതെ ഒരു ആലങ്കാരികമല്ല, ബാക്കിൽ വന്നിട്ടുണ്ട്, നബി തങ്ങൾ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പിന്നീട് സഹാബിയായിട്ടുണ്ട്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവും ഇക്രിമയും തമ്മിൽ ഒരു സംഭാഷണം നടന്ന് ഒരു മലഞ്ചെരുവിൽ ഇരുന്നു കൊണ്ട് ഇക്രിമയുടെ പിതാവ് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പ്രതികാരം തീർക്കലായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. അങ്ങനെ ഇക്രിമ പറഞ്ഞു, ആരെങ്കിലും മദീനയിൽ പോയി മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തല അറുത്തു കൊണ്ടുവരികയാണെങ്കിൽ അവന് ഞാൻ 100 ഒട്ടകങ്ങൾ സമ്മാനം കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മുസ്അബ് ബിൻ ഉമൈർ പറഞ്ഞു, പോകാനൊക്കെ ഒരു പൂതിയുണ്ട്, പക്ഷേ ആ സമ്മാനം കിട്ടണമെങ്കിൽ ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരണ്ടേ, നല്ല സമ്മാനം കിട്ടുള്ളൂ. ഞാൻ പോയിട്ട് അഥവാ വന്നില്ലാന്ന് വിചാരിക്കുക, അന്ന് എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെ ആരാ നോക്കുക അയച്ചു. അപ്പൊ ഇക്രിമ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം. അഥവാ വന്നില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം, വന്നാൽ 100 ഒട്ടകവും തരാറുണ്ട്. അന്നായിക്കോട്ടെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. മദീനയിലെത്തി. മദീനയിലേക്ക് പ്രവേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അതിൽ മൂപ്പരോട് ചോദിച്ചു, എടുക്കാൻ വെച്ച് പോണതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാനിങ്ങനെ മുഹമ്മദിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പോകാണ്ട് പറഞ്ഞു. അതിപ്പോൾ എന്തിനാ എൻ്റെ ഈ പോക്ക് എന്ന് ചോദിച്ചു. അതിപ്പോൾ ഞങ്ങൾക്കറിയില്ല, എൻ്റെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠനെ നിങ്ങൾ യുദ്ധത്തിൽ അടിമയായി പിടിച്ചു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഓനെ മോചിപ്പിച്ചു കൊണ്ടുപോകണം, അതിനെന്താ തരേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ആ വരവ് കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല പറഞ്ഞു. കുപ്പായത്തിൻ്റെ കോളർ പിടിച്ചു നടക്കുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി നബി തങ്ങളുടെ ഹദറത്തിൽ ചെന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കോളർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ ഉമറെ കോളർ പിടിച്ചതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ, ഓൻ്റെ ആ വരവും ഓൻ്റെ ആ കാട്ടിക്കൂട്ടിലെ കൂടിയും കണ്ടിട്ട് എനിക്കൊരു ശരി തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പിടിച്ചതാണ് പറഞ്ഞു. വിടാൻ പറഞ്ഞു. അങ്ങനെ വിട്ടു. ഇനി ഉമറെ ജി പൊയ്ക്കോ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പോയി. 2 തല മൂർച്ചയുള്ള വാള്, അത് വിഷത്തിൽ ഊട്ടി ഉണ്ടാക്കിയതാണ് അരയിൽ വെച്ചിട്ടുള്ളത്. കുത്തിന്നെ മരിക്കും, അതാണ് അരയിലുള്ളത്. അങ്ങനെ വന്നിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പോകാൻ പറഞ്ഞതിന് ശേഷം നബി തങ്ങൾ ചോദിച്ചു, മുസ്തഫ നിങ്ങൾ എന്തിനു വന്നാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. അവൻ ഇവിടെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അടിമയായി എത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാൽ നൽകിയിട്ട് മോചിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ചോദിച്ചു, അതിന് മുസ്തഫെ, നീയും ഇക്രിമയും ആ മലഞ്ചെരുവിൽ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞു. അതിന് മൂപ്പര് ഒന്ന് ഞെട്ടി. രണ്ടാമത് പറഞ്ഞു, അതിന് 100 ഒട്ടകം വാഗ്ദാനം ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു, അഥവാ തിരിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ചെലവ് മുഴുവൻ ഇക്രിമ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും സഹോദരനെ കൊണ്ടുപോകാനാണെങ്കിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാണ്ട് ഇസ്ലാമിലേക്ക് വന്നു.